ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും മുക്കിലും മൂലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹിറ്റാച്ചി ATM. അപ്പോൾ ഈ ATMിലൂടെ നമുക്ക് ഏതൊരു ബാങ്കിൻ്റെ ATM കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടും ക്യാഷ് വിഡ്രോവൽ ചെയ്യാനാകും. അതേപോലെ ചില ബാങ്കുകളുടെ ATM കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും ആകും. അപ്പോൾ ഇവയൊക്കെ എങ്ങനെ ചെയ്യാമെന്ന വിശദമായ വ്യക്തമായ വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ATMിലൂടെ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ രീതികളിലുമുള്ള ക്യാഷ് വിഡ്രോവലുകളെ കുറിച്ചും ഈ വീഡിയോയിലൂടെ ചുരുക്കി ഞാൻ കാണിക്കാൻ പോവുകയാണ്. അതിൽ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്തുള്ള വിഡ്രോവലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടാനായി ഈ വീഡിയോ അവർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഹിറ്റാച്ചിയുടെ ഒരു ATMിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ATM കാർഡ് ഏത് ബാങ്കിൻ്റെ ആയാലും അത് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക. ഇപ്പോൾ ടക്കുന്നൊരു ഒച്ച കേട്ടില്ലേ, അത് കാർഡ് അവിടെ ലോക്ക് ആയതിൻ്റെ ഒച്ചയാണ്. ഇനി സ്ക്രീനിൽ ട്രാൻസാക്ഷൻ കഴിയുന്ന സമയത്ത് പ്ലീസ് റിമൂവ് യുവർ കാർഡ് എന്ന് കാണിക്കും. അപ്പോൾ മാത്രമേ നമ്മുടെ കാർഡ് അവിടെ റിലീസ് ആവുകയുള്ളൂ. അപ്പോഴേ നമുക്ക് കാർഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ട്രാൻസാക്ഷൻ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാരണവശാലും കാർഡ് വലിച്ചെടുക്കരുത്. അങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ കാർഡും ഡാമേജ് ആകും. അതേപോലെ കാർഡ് ഇൻസർട്ട് ചെയ്യുന്ന ആ കാർഡ് റീഡർ എന്ന ആ ഭാഗവും കംപ്ലൈൻ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാർഡ് ഇൻസർട്ട് ചെയ്തതും ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ആദ്യം സ്ക്രീനിൽ ഇതുപോലെ വരിക. ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇംഗ്ലീഷിൽ പ്രസ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ATM കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മെഷീനിൻ്റെ കീപാഡിൽ ഇതുപോലെ നിങ്ങളുടെ ATM കാർഡിൻ്റെ പിന്ന് ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ അടുത്തതായിട്ട് രണ്ട് ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ATM ട്രാൻസാക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്താലാണ് നമുക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്യാനാവുക. അപ്പോൾ ഞാൻ ആ ATM ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്തപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ 8 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായി കാണുന്ന ക്യാഷ് വിഡ്രോവലാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണയായി നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ്. ഇനി ആരെങ്കിലും കറണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കറണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലാത്തവരൊക്കെ സേവിങ്സിൽ പ്രസ് ചെയ്യുക. അത് സെലക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹിറ്റാച്ചി ATMിലൂടെ ഒരു തവണ ATM കാർഡ് ഇൻസർട്ട് ചെയ്ത് ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് 100 രൂപ മുതൽ 10,000 രൂപ വരെ വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10,000 രൂപ തന്നെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന യെസ്, നോ തുടങ്ങിയ ഓപ്ഷനുകളിൽ യെസ്സിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷന് റെസിപ്റ്റ് വേണോ വേണ്ടയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ യെസ്സിൽ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നോയിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷിനെ മെഷീൻ കൗണ്ട് ചെയ്ത ശേഷം ഈ ഭാഗം ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. അതിനകത്ത് ആ ക്യാഷ് ഇതുപോലെ കാണാം. നമുക്കത് കൈയിട്ട് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ ആ ട്രാൻസാക്ഷന്റെ റെസിപ്റ്റ് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ പുറത്ത് വരുന്നതാണ്. അത് നമ്മൾ യെസ്സിൽ പ്രസ് ചെയ്തിരുന്നെങ്കിലേ ആ റെസിപ്റ്റ് വരുള്ളൂ. നോയിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ റെസിപ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ യെസ്സിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ റെസിപ്റ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ റെസിപ്റ്റും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ പ്ലീസ് റിമൂവ് യുവർ കാർഡ് എന്ന് ഇതുപോലെ കാണിക്കും. ഇനി നമുക്ക് നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ വരുന്ന നിർദ്ദേശങ്ങളിലൂടെ എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. ഇനി അടുത്തതായിട്ട് മലയാള ഓപ്ഷനുകളിൽ എങ്ങനെ എടുക്കാമെന്ന് സ്പീഡിൽ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കാർഡ് വീണ്ടും മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളിൽ ഏറ്റവും താഴെയായി കാണുന്ന മലയാളത്തിൽ പ്രസ് ചെയ്യുന്നു. അടുത്തതായിട്ട് പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നു. ഞാനത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന തുടരുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലുള്ള ATM ഇടപാട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ള പണം പിൻവലിക്കൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാനായിട്ട് നടുവിൽ കാണുന്ന സേവിങ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു.
അടുത്തതായി ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. ഞാനിവിടെ ഒരു 2000 രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി യെസ് നോ തുടങ്ങിയ ഓപ്ഷനുകൾക്ക് പകരം ഇവിടെ വേണം ഇല്ല തുടങ്ങിയ ഓപ്ഷനുകളാണ്. അപ്പം ഞാൻ വേണം എന്നതിൽ സെലക്ട് ചെയ്യുന്നു. ഇനി റെസിപ്റ്റ് വേണോ എന്നാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വേണം എന്നത് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ 2000 രൂപ മെഷീൻ കൗണ്ട് ചെയ്ത ശേഷം ക്യാഷ് സ്ലോട്ട് ഓപ്പൺ ആയി അതിവിടെ വന്നിട്ടുണ്ട്. ഞാനത് സ്വീകരിക്കുന്നു. അടുത്തതായി റെസിപ്റ്റ് പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ നിങ്ങളുടെ കാർഡ് നീക്കം ചെയ്യുക എന്ന് കാണിച്ചിരിക്കുന്നു മലയാളത്തിൽ. അപ്പൊ ഞാൻ എൻ്റെ കാർഡും പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ മലയാള ഓപ്ഷനുകളിലും ക്യാഷ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് ഞാനൊരു ടിപ്സ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അത് കണ്ടതിന് ശേഷം നമുക്ക് എങ്ങനെ നമ്മുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. നമ്മൾ കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്തിട്ട് ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരെ എത്തുമ്പോൾ നമ്മൾ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ക്യാഷിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ തെറ്റിച്ച് ടൈപ്പ് ചെയ്ത് പോയി എന്നിരിക്കട്ടെ. അപ്പം ഞാനൊരു 5000 രൂപ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഇവിടെ 5105 എന്ന് വന്നു എന്ന് കരുതുക. ഇപ്പൊ സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു സംഖ്യയുമായിട്ട് ഞാൻ മുന്നോട്ട് യെസ് പ്രസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാഷ് ലഭിക്കില്ല. ആ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആ യെസ് നോ തുടങ്ങിയ ഓപ്ഷനുകളിൽ നോയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ തെറ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ക്യാഷ് സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ഇനി എനിക്ക് വീണ്ടും കീപാഡിൽ കറക്റ്റായ സംഖ്യ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ 5000 എന്ന് ടൈപ്പ് ചെയ്തു. ഇനിയിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നോ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല. ഇവിടെ കീപാഡിൽ തന്നെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കീപാഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമതായിട്ടൊരു ബട്ടൺ കാണുന്നുണ്ടല്ലോ, അത് ക്ലിയർ എന്ന ബട്ടണാണ് കേട്ടോ. അപ്പോൾ ആ ക്ലിയർ എന്ന ബട്ടണിൽ നമ്മൾ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷ് സ്ക്രീനിൽ നിന്ന് ഇതുപോലെ മാഞ്ഞു പോകുന്നതാണ്. പിന്നെ വീണ്ടും നമുക്ക് കറക്റ്റായ സംഖ്യ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ട്രാൻസാക്ഷൻ തന്നെ വേണ്ട, നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തിട്ട് കാർഡ് പുറത്തേക്ക് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കീപാഡിൽ തന്നെ റൈറ്റ് സൈഡിൽ ഏറ്റവും ആദ്യത്തെ ബട്ടണായിട്ട് ക്യാൻസൽ എന്ന ബട്ടണാണ് ഉള്ളത്. അതായത് നമ്മൾ നേരത്തെ ക്ലിയർ എന്ന ബട്ടൺ പ്രസ് ചെയ്തല്ലോ, അതിന് മുകളിൽ തന്നെ ഉള്ളത് ക്യാൻസൽ ബട്ടണാണ്. അതിൽ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു ഹാവ് ക്യാൻസൽഡ് ദ ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. പ്ലീസ് റിമൂവ് യുവർ കാർഡ് എന്നും കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ATM കാർഡ് പുറത്തേക്ക് എടുത്തുകൊണ്ട് ആ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് UPI വിഡ്രോവൽ എങ്ങനെ ഹിറ്റാച്ചി ATMൽ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ATM കാർഡൊന്നും ഇൻസർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഹിറ്റാച്ചിയുടെ ഹോം സ്ക്രീനിൽ തന്നെ 2 ഓപ്ഷനുകൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയുണ്ട്. അതിൽ ഏറ്റവും താഴെയായുള്ള UPI ക്യാഷ് വിഡ്രോവൽ എന്നത് ഇതുപോലെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീനിൽ കുറച്ച് സംഖ്യകളുടെ ഓപ്ഷനുകളാണ് ഇതുപോലെ വരിക. ഇവിടെ 100 രൂപ മുതൽ 5000 രൂപ വരെയുള്ള സംഖ്യകളുടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 500 മുതൽ 5000 രൂപ വരെയുള്ള ഏതെങ്കിലും സംഖ്യ നമ്മൾ സെലക്ട് ചെയ്തിട്ട് UPI വിഡ്രോവൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ UPI വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇതിനു മുമ്പ് വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ വിശദമായ വീഡിയോ ഓപ്പൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1000 രൂപയാണ് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയുള്ള 1000 എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ക്യാഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ ഇതുപോലെ ഒരു QR കോഡ് ജനറേറ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി നമ്മുടെ ഫോണിൽ ഏത് UPI ആപ്പാണോ ഉപയോഗിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫോൺ പേ ആപ്പിലൂടെയാണ് ഇത് സ്കാൻ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എൻ്റെ ഫോണിൽ ഞാൻ ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇനി അതിൻ്റെ ഹോം സ്ക്രീനിൽ ഏറ്റവും താഴെയായി കാണുന്ന ആ QR കോഡിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്കാൻ ചെയ്യാനുള്ള ആ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ QR കോഡ് സ്കാൻ ചെയ്യുകയാണ്. അത് സ്കാൻ ചെയ്തതും തന്നെ ഇപ്പം എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ 1000 രൂപ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഏറ്റവും താഴെയായി കാണുന്ന പ്രൊസീഡ് ടു വിഡ്രോ എന്ന ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ വീണ്ടും വിഡ്രോ 1000 എന്ന ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അടുത്തതായിട്ട് UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ നമ്മുടെ UPI വിഡ്രോവലിൻ്റെ ആ ആപ്പിൻ്റെ UPI പിന്ന് ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്ത ശേഷം ഏറ്റവും താഴെയായി കാണുന്ന ആ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഫോൺ പേ ആപ്പുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ 1000 രൂപ ഇപ്പോൾ ഈ ഹിറ്റാച്ചി ATMലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. ഇപ്പോൾ ആ ക്യാഷ് മെഷീൻ കൗണ്ട് ചെയ്ത ശേഷം ക്യാഷ് സ്ലോട്ട് ഓപ്പൺ ആയി ആ ക്യാഷ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ പുറത്തേക്ക് എടുക്കുന്നു. ഒപ്പം ആ ട്രാൻസാക്ഷൻ്റെ റെസിപ്റ്റും ഇവിടെ വന്നിട്ടുണ്ട്. അതും ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ രീതികളിലൊക്കെയാണ് നമുക്ക് ഹിറ്റാച്ചിയുടെ ATMൽ ക്യാഷ് വിഡ്രോവലുകൾ ചെയ്യാനാവുക.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.